പ്രിയ സഖാക്കളെ, കേരള NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഓൺലൈനിലേക്ക് വന്നിരിക്കുന്ന എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ മഹാമാരിയെ അവസരമാക്കി ലോക മുതലാളിത്തവും അവരോട് ചേർന്ന് നിൽക്കുന്ന നവയാഥാസ്ഥിതിക ഫാസിസ്റ്റ് രാഷ്ട്രീയ ശക്തികളും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കെതിരായിട്ട് വലിയ ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ പ്രശ്നമെന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ തീർത്ഥാടനങ്ങളിലൂടെ, നോം ചോംസ്കിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അധിനിവേശ ശക്തികൾ നടത്തിയ ക്രൂരമായ തീർത്ഥാടനങ്ങളിലൂടെ പലസ്തീനികൾക്ക് സ്വന്തം രാജ്യം നഷ്ടപ്പെടുത്തിയ, മാതൃഭൂമി നഷ്ടപ്പെടുത്തിയ, അവരുടെ ദേശീയ സ്വത്വത്തെയും ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശത്തെയും ഇല്ലാതാക്കിയ സാമ്രാജ്യത്വത്തിന്റെയും സയനിസ്റ്റുകളുടെയും ചരിത്രത്തിലെ ഒരിക്കലും മാപ്പർഹിക്കാത്ത പാതകമാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾ, കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഉൽപ്പതിഷ്ണുക്കളായ ബുദ്ധിജീവികൾ എല്ലാം തന്നെ ഗാസയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ കൂട്ടക്കുരുതികൾ അവസാനിപ്പിക്കണമെന്നും പലസ്തീന് ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനുള്ള അവകാശം അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ ആക്രമണത്തിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ്. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇറ്റലിയിലെ തൊഴിലാളി വർഗം ലിവോർണോ തുറമുഖത്തെ കയറ്റിറക്ക് തൊഴിലാളികൾ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന്റെ സാർവദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാസയിലെ മനുഷ്യരെ, പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന, കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേലിലേക്ക് പോകുന്ന ആയുധക്കപ്പലിൽ ആയുധങ്ങൾ കയറ്റിക്കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞ് പ്രതിഷേധം പ്രകടിപ്പിച്ചു. അമേരിക്കയിലും ജർമ്മനിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലാകമാനം വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ അരക്ഷിതപൂർണമായ സാഹചര്യത്തിലും ഭൂമിയിൽ ഒരിടത്ത് ഏറ്റവും നിസ്സഹായരായ ജനതയെ, നിരായുധരായ ജനതയെ, നിരപരാധികളായ ജനതയെ അമേരിക്കയുടെയും യൂറോപ്യൻ മുതലാളിത്തത്തിന്റെയും പിന്തുണയോടുകൂടി സയനിസ്റ്റുകൾ കൊല ചെയ്യുകയാണ്. ആ കൂട്ടക്കുരുതികൾ, ആ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. ഗാസയിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലൂടെ, ബോംബാക്രമണങ്ങളിലൂടെ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ലോകമാകെ കാണുകയാണ്. ലോകത്തിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഗാസയിൽ തകർന്നു വീഴുന്ന കെട്ടിട സമുച്ചയങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ടെല്ലവീവിലെ ഹമാസ് നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ച് വാർത്തകൾ, റിപ്പോർട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. മലയാളത്തിൽ പോലുമുള്ള ചാനലുകൾ ഗാസയിലെ ആക്രമണങ്ങളുടെ, ഇസ്രയേൽ നടത്തുന്ന അപരാധപൂർണമായ ക്രിമിനലായ ആക്രമണങ്ങളുടെ, ബോംബാക്രമണങ്ങളുടെയും ഷെല്ലാക്രമണങ്ങളുടെയും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ടെല്ലവീവിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാധ്യമങ്ങളുടെ കുറ്റകരമായ പക്ഷപാതിത്വമാണ്. സത്യം, വസ്തുത, ശരിയായ വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് പകരം സയനിസ്റ്റുകളുടെ താൽപര്യങ്ങൾക്ക്, സയനിസ്റ്റുകളുടെ പലസ്തീൻ അധിനിവേശത്തിന് സമ്മതിയുണ്ടാക്കി കൊടുക്കുന്ന നിലപാടാണ് ലോകമാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പലസ്തീൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
200-ൽ പരം മനുഷ്യരാണ് നിരപരാധികളായ ഗർഭിണികളായ സ്ത്രീകളാണ്, ഗർഭസ്ഥ ശിശുക്കളാണ് ഇസ്രയേലിന്റെ സയനിസ്റ്റ് സേനയുടെ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും കൊല്ലപ്പെട്ടത്. 10,000 അനാഥരായി അഭയാർത്ഥികളായി മാറുകയാണ്. 2014 ഇസ്രയേൽ ആക്രമണത്തിന് സമാനമായ രീതിയിൽ ഗാസയെ ഇല്ലാതാക്കാനുള്ള യുദ്ധമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ, രാജ്യങ്ങളുടെയും ജനതകളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ പലസ്തീനികളുടെ വിമോചന പ്രശ്നത്തെ അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായി കാണുന്ന പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ പലസ്തീൻ ജനങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ ലോകമെമ്പാടുമുള്ള ന്യൂ കൺസർവേറ്റീവായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളെപ്പോലുള്ള നവയാഥാസ്ഥിതിക വർഗീയ ശക്തികൾ, നിയോ ലിബറൽ നയങ്ങളുടെ വക്താക്കളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം തന്നെ ഹമാസിന്റെ ആക്രമണങ്ങൾക്കുള്ള പ്രതിരോധമായി, ഇസ്രയേലിന്റെ പ്രത്യാക്രമണമായി ഈ നരഹത്യകളെ ന്യായീകരിക്കുകയാണ്. ഈ നരഹത്യകൾക്ക് ഇസ്രയേൽ നടത്തുന്ന ഈ സാർവദേശീയ പാതകത്തിന് സമ്മതിയുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികളും അവരോട് ചേർന്ന് നിൽക്കുന്ന നിയോ ലിബറൽ രാഷ്ട്രീയ ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വർഗീയത നുരഞ്ഞ് പൊങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേൽ ഒരു സ്വാത്വിക രാഷ്ട്രമാണെന്നും ഇസ്രയേലിനെതിരായിട്ട് ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളാണ്, ഹമാസിന്റെ ഭീകരപ്രവർത്തനമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണമെന്ന് വലിയ രീതിയിൽ പ്രചരണം നടത്തുകയാണ്. പലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച് ചിരസമ്മതമായ വ്യവഹാരങ്ങളെ, നമ്മുടെ അപഗ്രഥന മാതൃകളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് കപടാഖ്യാനങ്ങളിലൂടെ ഹമാസും പലസ്തീനുകളുമാണ് അക്രമികൾ, അവർ ഇസ്ലാമിക ഭീകരരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീന്റെ അക്രമത്തെ, കൂട്ടക്കുരുതികളെ, ഒരു രാജ്യത്തിന്റെ ജനതയുടെ സ്വത്വത്തെയും അവരുടെ സ്വതന്ത്രമായി നിൽക്കാനുള്ള അവകാശങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന, ദശകങ്ങളായി നടത്തുന്ന കടന്നാക്രമങ്ങളെ സാധൂകരിക്കുകയാണ്, ന്യായീകരിക്കുകയാണ് ഹിന്ദുത്വവാദികളും സയനിസ്റ്റ് യുക്തിയിൽ ചിന്തിക്കുന്ന ബുദ്ധിജീവികളുമെല്ലാം തന്നെ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലസ്തീന്റെ ചരിത്രം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. പലസ്തീന്റെ ചരിത്രം എന്താണ്? ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നരായ, ഏറ്റവും ഭൗതികമായി ഉയർന്നു നിൽക്കുന്ന ഒരു ജനതയുള്ള പ്രദേശമാണ് അറബി മുസ്ലിങ്ങളും അറബി ക്രിസ്ത്യാനികളും അറബി യഹൂദരുമൊക്കെ യാതൊരുവിധ വൈരുദ്ധ്യങ്ങളുമില്ലാതെ, ശത്രുതയില്ലാതെ, സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു പോന്ന ഒരു സമൂഹമാണ് പലസ്തീൻ എന്ന് പറയുന്നത്. പലസ്തീന്റെ നിർഭാഗ്യം എന്ന് പറയുന്നത് അത് ആഫ്രോ ഏഷ്യൻ മേഖലകളിലേക്കുള്ള പ്രവേശന മാർഗങ്ങളുടെ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോളനിവൽക്കരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രപ്രധാനമായ ഒരു മേഖലയായിരുന്നു. ആ തന്ത്രപ്രാധാന്യമാണ്, ഭൂരാഷ്ട്രീയപരമായ ആ തന്ത്രപ്രാധാന്യമാണ് 19-ാം നൂറ്റാണ്ടിൽ തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളെ പാലസ്തീൻ താവളമാക്കിക്കൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കുമുള്ള തങ്ങളുടെ കോളനിയാധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു സൈനിക രാഷ്ട്രീയ തന്ത്രം ആവിഷ്കരിക്കുന്നതിലേക്ക് എത്തിച്ചത്. 1917 വരെ എന്ന് പറഞ്ഞാൽ ബഫേൽ പ്രഖ്യാപനം വരുന്നതുവരെ പലസ്തീനിലെ, ഇന്നത്തെ ഇസ്രയേലും പലസ്തീനും ഗാസയും വെസ്റ്റ് ബാങ്കും ജെറുസലേമും എല്ലാം ഉൾക്കൊള്ളുന്ന പലസ്തീനിലെ ജൂതജനസംഖ്യ 10% താഴെയായിരുന്നു. അവർ അറബി മുസ്ലിങ്ങളും അറബി ക്രിസ്ത്യാനികളുമായി അങ്ങേയറ്റ സൗഹാർദ്ദത്തോട് കഴിഞ്ഞ അറബി യഹൂദരായിരുന്നു. അവരുടെ ഭാഷ, സംസ്കാരം, ജീവിത സമ്പ്രദായങ്ങൾ എല്ലാം ഒന്നായിരുന്നു.
വിശ്വാസപരമായി മാത്രമേ അവർക്കിടയിൽ വൈജാത്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ജനതയായി ഒരുമയോടെ ജീവിച്ചു പോയവരാണ് ജൂതരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം. പക്ഷേ സാർവദേശീയ തലത്തിൽ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശ താൽപര്യങ്ങൾ, കോളനിവൽക്കരണ താൽപര്യങ്ങൾ, മുതലാളിത്തത്തിന്റെ സാമ്രാജ്യത്വമായുള്ള വളർച്ചയും കോളനിവൽക്കരണ പ്രക്രിയയൊക്കെയായി ബന്ധപ്പെട്ട ചലനഗതിക്കകത്തെ, ചലന നിയമങ്ങൾക്കകത്തെ നമുക്ക് പലസ്തീൻ പ്രശ്നത്തിന്റെ ശരിയായ കേന്ദ്ര വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ആ കേന്ദ്ര വിഷയത്തെ മാറ്റി നിർത്തിയിട്ട് ഇത് മുസ്ലിം ജൂത സംഘർഷമാണ്, വംശീയ സംഘർഷമാണ്, സംസ്കാര സംഘർഷമാണ്, രണ്ട് നാഗരികതകൾ തമ്മിലുള്ള സംഘട്ടനമാണ് എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ജൂതവംശീയവാദികളോട്, സയനിസ്റ്റുകളോട് കുറു പ്രഖ്യാപിച്ചിട്ടുള്ള ലോകമെമ്പാടുമുള്ള വംശീയവാദികൾ, ആംഗ്ലോ സാക്സൺ വംശീയവാദികൾ മുതൽ ഇങ്ങ് ഇന്ത്യയിലേക്ക് വന്നാൽ ഹിന്ദുത്വവാദികൾ വരെയുള്ള വംശീയ ഭീകരവാദികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ 10% താഴെ മാത്രം ജൂത ജനസംഖ്യയുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അതുതന്നെ എങ്ങനെയാണ്? 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി റഷ്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നിഷ്കാസരാക്കപ്പെട്ട ജൂതരെ വളരെ ആസൂത്രിതമായി ജൂത സംഘടനകൾ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ ഫണ്ടും പിൻബലവും ഉപയോഗിച്ച് കുടിയേറി താമസിപ്പിച്ചതിന്റെ ഫലമാണ്. ലോകത്തിലെ ഏറ്റവും വിഭവസമ്പന്നവും പശ്ചിമേഷ്യയിലെ വിഭവങ്ങൾ, എണ്ണയുൾപ്പെടെയുള്ള സമ്പത്തും കടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ വാണിജ്യ പാതകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ തന്ത്രപ്രാധാന്യമുള്ള ഈ ഭൂമേഖല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലഭൂയിഷ്ടമായ കാർഷിക മേഖല കൂടിയാണ്. അവിടുത്തെ ഭൂടമാ സമ്പ്രദായത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീൻ 19-ാം നൂറ്റാണ്ട് വരെ പലസ്തീനിലെ ഭൂമിയെല്ലാം എന്തായിരുന്നു? ജോർദാനിലെയും സിറിയയിലെയും ഒക്കെ തന്നെ മഹാനഗരങ്ങളിൽ താമസിക്കുന്ന ധനികരായ ആളുകളുടേതായിരുന്നു. അവരിൽ നിന്ന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്നവരായിരുന്നു പലസ്തീനിലെ അറബ് മുസ്ലിങ്ങളും അറബ് ക്രിസ്ത്യാനികളും അറബ് ജൂതരുമെല്ലാം. എന്നാൽ പതുക്കെ പതുക്കെ പലസ്തീനികളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയെല്ലാം കൈവശപ്പെടുത്തി അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. സെറ്റിലേഴ്സ് കൊളോണിയലിസം എന്നാണ്. ലോകമെമ്പാടുമുള്ള ജൂതരെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് കയ്യേറി പലസ്തീനികളുടെ ഭൂമി കയ്യേറി വേലി കിട്ടി സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി കോളനിവൽക്കരണം നടന്നൊരു പ്രദേശമാണ് പലസ്തീൻ. ലോകമെമ്പാടുമുള്ള ജൂതരെ സംഘടിപ്പിക്കുകയും ജൂതർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണം. തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന സയനിസത്തിന്റെ ആചാര്യനായി അറിയപ്പെടുന്ന തിയോഡർ ഹെർസലാണ് ജൂതർക്ക് സ്വന്തമായൊരു രാജ്യം വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചത്, മഹാ ഇസ്രയേലിനെ കുറിച്ചുള്ളൊരു സങ്കല്പം മുന്നോട്ട് വെച്ചത്. ആ വിശാല ഇസ്രയേൽ എന്ന് പറയുന്നത് ഇന്നത്തെ പാലസ്തീൻ ഇസ്രയേലും മാത്രമല്ല, സിറിയയുടെയും ജോർദാന്റെയും ലബനന്റെയും ഒക്കെ ഭൂമേഖല ഉൾപ്പെടുന്ന ഒരു മഹാ ഇസ്രയേൽ. നമ്മുടെ RSSകാർ അഖണ്ഡ ഭാരതം പറയുന്നത് പോലെ ഒരു മഹാ ഇസ്രയേൽ സങ്കല്പം. ആ മഹാ ഇസ്രായേലിന് വേണ്ടി ചരിത്രത്തിൽ ഈ പാലസ്തീൻ മണ്ണ് ജൂതരുടേതാണ് എന്നതിന് ഒരു തെളിവുമില്ല, ചരിത്രപരമായ വസ്തുതകളില്ല. പക്ഷെ മിസ്റ്റർ തിയോഡർ ഹെർസൻ സാമ്രാജ്യത്വ ചിന്താകേന്ദ്രങ്ങളുടെ പിന്തുണയോടുകൂടി മഹാ ഇസ്രായേലിനെ കുറിച്ചുള്ള തന്റെ സങ്കല്പം മുന്നോട്ട് വെച്ചപ്പോൾ 18 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ജൂതഭരണം പലസ്തീനിലുണ്ടായിരുന്നു എന്ന് ചരിത്രവിരുദ്ധമായി വസ്തുതാബന്ധമില്ലാതെ സ്ഥാപിക്കാൻ ശ്രമിച്ചു, നുണകളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ബൈബിളിൽ, പഴയ നിയമത്തിൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ യഹോവ മതവിശ്വാസികളുടെ, യഹൂദ മതവിശ്വാസികളുടെ ബൈബിൾ എന്ന് പറയുന്ന പഴയ നിയമം. ആ പഴയ നിയമത്തിൽ യഹോവ ഇസ്രായേലികൾക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്, വാഗ്ദത്ത ഭൂമിയാണ് ജെറുസലേമും പാലസ്തീനും. അതുകൊണ്ട് ബൈബിളികമായ കഥയെ, വിശ്വാസത്തെ, മിത്തുകളെ ചരിത്രമായി
അവനിർമ്മിച്ച് തെറ്റായി അവതരിപ്പിച്ച് ലോകമെമ്പാടുമുള്ള ജൂതമത വിശ്വാസികളിൽ തങ്ങളുടെ യഹോവ തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്. ഞങ്ങൾ യഹോവയാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനതക്ക് യഹോവ നൽകിയ വാഗ്ദത്ത ഭൂമിയാണ് ജെറുസലേമും പാലസ്തീനും. അതുകൊണ്ട് അത് പിടിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് സയനിസ്റ്റ് ചിന്താഗതികളുടെ പിൻബലത്തിൽ ജൂതമതാന്തവാദികൾ, വംശീയവാദികൾ നടത്തിയത്. അതിന് പിറകിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു, അമേരിക്കൻ സാമ്രാജ്യത്വമായിരുന്നു, ഫ്രഞ്ച് സാമ്രാജ്യത്വമായിരുന്നു. അവരുടെ ഈ മേഖലയിലെ കോളനി താൽപ്പര്യങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടോമൻ പലസ്തീൻ, ഓട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്ന പലസ്തീൻ ബ്രിട്ടീഷ് ഭരണത്തിലായതോടുകൂടി ബ്രിട്ടീഷ് കോളനിവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് ശക്തമായ ചെറുത്തുനിൽപ്പ്, സ്വായുധ കലാപങ്ങൾ വരെ വികസിച്ച പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്ന മണ്ണാണ് പലസ്തീൻ്റെത്. 1838 ബ്രിട്ടീഷ് രാജ്യ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ഏഷ്യ ആഫ്രോ രാജ്യങ്ങളിലേക്കുള്ള കോളനിവൽക്കരണത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു ഔട്ട് പോസ്റ്റ് എന്ന നിലക്ക് പലസ്തീൻ കേന്ദ്രമായി ഒരു കോൺസുലേറ്റ് ആരംഭിക്കുന്നത്. ആ കോൺസുലേറ്റ് ജെറുസലേമിൽ സ്ഥാപിച്ചു. ജെറുസലേമിൽ സ്ഥാപിച്ച ആ കോൺസുലേറ്റിന്റെ അവിടെ ഉണ്ടായിരുന്ന കോൺസലിനെ നൽകിയ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ രാജ്ഞിയുടെ പ്രത്യേക നിർദ്ദേശം, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശം എന്താണ്? ലോകമെമ്പാടുമുള്ള ജൂതരെ കൊണ്ടുവന്ന് പലസ്തീനികളായ അറബ് സമൂഹത്തെ ഒഴിപ്പിച്ച് അവിടെ സെറ്റിൽ ചെയ്യണം, കുടിയിരുത്തണം. അങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജൂതരെ സംഘടിതമായി, അതിനുള്ള പണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളാണ് തിയോഡർ ഹെർസന്റെ പ്രസ്ഥാനത്തിൽ നൽകിയത്. അങ്ങനെ ലോകമെമ്പാടുമുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി സൈനിക ഗുണ്ടാസംഘങ്ങൾ ഉണ്ടാക്കി. 1930 വലിയ കലാപങ്ങൾ ബ്രിട്ടീഷ് സൈനിക ഭരണത്തിനും ഈ സയനിസ്റ്റുകൾക്കുമെതിരായിട്ട് പലസ്തീനികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. അവർ സംഘടിതമായി ബ്രിട്ടീഷ് സൈനിക ശക്തിയോട് ഏറ്റുമുട്ടി പലസ്തീനികൾ. അങ്ങനെ വന്നപ്പോഴാണ് സയനിസ്റ്റുകൾ അവരുണ്ടാക്കിയ സേന ഇതെല്ലാം തന്നെ ബ്രിട്ടീഷ് സൈന്യത്തോട് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ സൈനിക ശക്തിയുടെ പിന്തുണയോടുകൂടി പലസ്തീനികളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യാനുള്ള ഓപ്പറേഷൻ പ്ലാനുകൾ ആരംഭിക്കുന്നത്. ആ ഓപ്പറേഷൻ പ്ലാനുകൾ പലസ്തീനിലെ നിരവധി അറബ് മുസ്ലിങ്ങളുടെയും അറബ് ക്രിസ്ത്യാനികളുടെയും ഗ്രാമങ്ങൾ കയ്യേറി കൂട്ടക്കൊലകൾ നടത്തി. കൂട്ടക്കൊലകളിലൂടെ കൊന്നുതള്ളിയ അറബികളുടെ ശവശരീരം പള്ളികളിൽ കൊണ്ടുപോയിട്ട് പള്ളിയിൽ ബോംബ് വെച്ച് തകർക്കുന്നതടക്കമുള്ള നടപടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സയനിസ്റ്റ് സേനയുമായി ചേർന്ന് അവിടെ നടത്തി. ഈ ഒരു സന്ദർഭത്തിലാണ് മഹാനായ ഗാന്ധി സയനിസത്തെക്കുറിച്ച്, അവരുടെ ഇസ്രയേൽ രാഷ്ട്രവാദത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. 1938 മഹാനായ ഗാന്ധി, ഇന്ത്യയുടെ മഹാത്മാവ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്, ലോകത്തോട് പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്ന പോലെ, അമേരിക്കക്കാർക്ക് അമേരിക്ക എന്ന പോലെ പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് പലസ്തീൻ. അതിനു മുകളിൽ ലോകമെമ്പാടുമുള്ള ജൂതരെ സംഘടിപ്പിച്ച് ജൂതവംശാധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് കയ്യേറ്റങ്ങൾ നടത്തുന്നത്, പലസ്തീനികളെ കൊന്നുതള്ളുന്നത്, തുരത്തി ഓടിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ലോകമെമ്പാടും 2ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന ഒരു സാഹചര്യം, ഹിറ്റ്ലറും മുസോളിനിയും ജൂതർക്കെതിരായിട്ട്, നാസികൾ ജൂതർക്കെതിരായിട്ട് വലിയ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം, ലോകത്ത് ജൂതരോട് വലിയ അനുതാപം, സെന്റിമെന്റ്സ് ഉള്ള ഒരു സാഹചര്യം. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഗാന്ധി അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, പത്രപ്രതികൾ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, ജൂതർ ലോകത്താകെ പീഡിപ്പിക്കപ്പെടുകയില്ലേ എന്ന്. തീർച്ചയായിട്ടും അവർ അനുതാപം അർഹിക്കുന്ന ആളുകളാണ്. പക്ഷേ
നാസികളെപ്പോലെ തന്നെയാണ് ജൂതർ പാലസ്തീനികളോട് പെരുമാറുന്നത്. ബ്രിട്ടീഷ് സേനയോട് ചേർന്ന് ഹഗാന എന്ന് പറയുന്ന പ്രഥമ പാലസ്തീൻ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ ഡേവിഡ് ബെൽഗൂരിയൻ നേതൃത്വം കൊടുത്ത സേനയാണ് ഹഗാന. ഹഗാന എന്ന് പറയുന്ന സേന തീവ്ര സയനിസ്റ്റ് നിലപാടുകളിൽ നിന്ന് ഭീകരപ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഇൽഗ്രൂണിൻ എന്ന് പറയുന്ന സേന, ഇതെല്ലാം തന്നെ സയനിസ്റ്റ് തീവ്രവാദ സംഘങ്ങളാണ്, ഭീകരവാദ സേനകളാണ്. ആ ഭീകരവാദ സേനകൾ ഉപയോഗിച്ച് നിരപരാധികളും നിസ്സഹായകളുമായ ഒരു ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കുന്നത്, ഓടാൻ വിസമ്മതിക്കുന്ന ചെറുക്കുന്ന ആളുകളെ കൊന്നുകൂട്ടുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ഗാന്ധി ചോദിച്ചതാണ്. അതുകൊണ്ട് നാസികളെപ്പോലെ തന്നെ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമാണ് സയനിസം. ഒരു കാരണവശാലും സയനിസ്റ്റുകളെ അംഗീകരിക്കാൻ പാടില്ല. പലസ്തീനികളുടെ മണ്ണിൽ ഒരു ജൂതരാഷ്ട്രം ഇസ്രയേൽ ഉണ്ടാക്കുന്നതിനെ, സ്ഥാപിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞു. പറയുക മാത്രമല്ല, 1939 AICC പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ഇന്നൊന്നുമല്ല 48-ന് ഇസ്രയേൽ രൂപം കൊള്ളുന്നതിന് ശേഷം, ഇസ്രയേൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഇസ്രയേൽ ഉണ്ടാക്കാനുള്ള കയ്യേറ്റങ്ങളും ആക്രമണങ്ങളും കൂട്ടക്കൊലകളും സയനിസ്റ്റുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു 1939. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ അതെല്ലാം മറന്നുപോയിരിക്കുക. ഇത്രയും ദിവസങ്ങൾ നിഷ്ഠൂരമായ കൂട്ടക്കൊലകൾ നടന്നപ്പോൾ ആ കൂട്ടക്കൊലകൾ അപലപിക്കാനും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും കോൺഗ്രസിന്റെ ഒരു നേതാവും തയ്യാറായില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? 1992 വരെ ഇന്ത്യ സ്വീകരിച്ച പലസ്തീൻ നയം കാറ്റിൽ പറത്തിയിട്ടാണ് നരസിംഹറാവു സർക്കാർ ഇസ്രയേലുമായി സന്ധി ചെയ്തത്. ഏരിയൽ ഷരോൺ എന്ന് പറയുന്ന അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി, അദ്ദേഹമാണ് 1980കളുടെ ആദ്യം ലെബനനിലെ സാബ്ര ഷാറ്റില അഭയാർത്ഥി ക്യാമ്പുകളിൽ കൂട്ടക്കൊലകൾ നടത്തിയത്. അതിന്റെ ആസൂത്രകനും കാർമ്മികനുമായിരുന്നു മിസ്റ്റർ ഏരിയൽ ഷരോൺ. ആയിരക്കണക്കിന് പലസ്തീനികളെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്തു. എന്നിട്ട് ആ രക്തത്തിൽ മുങ്ങി മരിക്കാൻ ആ ജനതയെ നിർബന്ധിക്കുന്ന രീതിയിൽ വളഞ്ഞു നിന്ന് വെടിവെച്ചു. ഓടാത്ത ആളുകളെ വെടിവെച്ചു കൊല്ലുക, ഓടാതെ നിൽക്കുന്ന ആളുകളെ വെട്ടിക്കൊല്ലുക, കോടാലികൾ ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുക. ഇങ്ങനെയൊക്കെയുള്ള ആധുനിക മനുഷ്യ രാശിക്ക്, ആധുനിക മനുഷ്യ സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത പ്രാകൃതമായ ഗോത്രബോധത്തിൽ നിന്നുള്ള കൂട്ടക്കൊലകളുടെ, നരഹത്യകളുടെ ഒരു സംസ്കാരമാണ് ഈ ഇസ്രയേലിനുള്ളത്. ആ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ സാബ്ര ഷാറ്റില കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്ത അന്താരാഷ്ട്ര കുറ്റവാളികളെന്ന് ലോകം വിളിച്ച, സാർവദേശീയ പാതകമെന്ന് ലോകം കണ്ട സാബ്ര ഷാറ്റില കൂട്ടക്കൊലയുടെ ആസൂത്രകനായ ഏരിയൽ ഷരോണിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ചുവപ്പ് പരവതാനി വിരിച്ച് ഹിന്ദി, ഹിബ്രു ബായ് വിളിച്ച് സ്വീകരിച്ചാനയിച്ചത് കോൺഗ്രസുകാരാ. അവരോടൊപ്പം സുഷമാ സ്വരാജ് ഉൾപ്പെടെയുള്ള BJP എംപിമാരും ചേർന്നു. നിലപാടുകൾ മാറി. 1948 ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമനുസരിച്ച് ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നെഹ്റു പറഞ്ഞു, ഇന്ത്യ ഒരിക്കലും ഇസ്രയേലിനെ അംഗീകരിക്കില്ല. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാക്കുകയും പലസ്തീനികളായ ജനങ്ങളെ തുരത്തി ഓടിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തെ ആധുനിക രാഷ്ട്രസങ്കല്പമനുസരിച്ച് അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ പിൻഗാമികളാണ് ഇത് ചെയ്തത്. നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ മുകളിൽ മാത്രമേ കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഇടുക്കി സ്വദേശിനിയായ ഒരു ആതുരസേവകൻ, ഒരു ഹെൽത്ത് വർക്കർ കൊല്ലപ്പെട്ടു. വളരെ ദുഃഖകരമാണ്. ആ ദുഃഖകരമായ സംഭവത്തെ മൊത്തം പാലസ്തീനികളെ അപലപിക്കാവുന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് ഇന്ത്യ പരമ്പരാഗതമായി ഉയർത്തിപ്പിടിച്ച പലസ്തീൻ നയം നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരണം. ശ്രീമാൻ നരേന്ദ്രമോദി
ഇന്ത്യയുടെ ഭരണാധികാരത്തിലെത്തിയതിനു ശേഷം ഇസ്രയേലുമായിട്ടുള്ള ബാന്ധവം തീവ്രമായി. ഈ ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ ഉൾക്കൊള്ളുന്ന വംശീയവാദികളുടെ ഒരു അച്ചുതണ്ടാണ് ലോകത്തെ സംസ്കാര സംഘർഷങ്ങളുടെ ചോരക്കളമാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നെതന്യാഹുവും നരേന്ദ്രമോദിയും ട്രംപുമെല്ലാം ചേർന്ന് ആലോചിച്ചത്. ട്രംപാണ് ജെറുസലേം 1948 ഇസ്രയേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചപ്പോൾ പലസ്തീന്റെ 55% ഭൂമി ഏകപക്ഷീയമായി ഇസ്രയേലിന് കൊടുത്തു. പലസ്തീൻകാരോട് ആലോചിച്ചിട്ടില്ല, പലസ്തീനിലെ ജനങ്ങളോട് ആലോചിച്ചിട്ടില്ല, അവിടുത്തെ ജനനേതാക്കളോട് ആലോചിച്ചിട്ടില്ല, പലസ്തീൻ പ്രസ്ഥാനങ്ങളോട് ആലോചിച്ചിട്ടില്ല. പലസ്തീനികൾക്ക് മാറ്റിവെച്ച ഭൂമി പോലും ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി അതിർത്തി തിരിച്ച് അവർക്ക് കൊടുക്കാൻ UN തയ്യാറായില്ല. എന്തുകൊണ്ട് UN തയ്യാറായില്ല? വലിയ കൂട്ടക്കൊലകളും ആക്രമണങ്ങളും 48 ആരംഭിച്ചല്ലോ. ദെറിസിൻ അരിഞ്ഞു വീഴ്ത്തുക എന്നാണ് ആ വാക്കിന്റെ ഹീബ്രു വാക്കിന്റെ അർത്ഥം. ഡെറിസിൻ എന്ന് വിളിച്ചുകൊണ്ടാണ് സയനിസ്റ്റുകൾ, ഹഗാനയും ഇൽഗുണിനും പോലുള്ള സയനിസ്റ്റ് സേനകൾ, അവർക്ക് നേതൃത്വം കൊടുത്ത ബെൽഗൂരിയനെ പോലുള്ള നേതാക്കന്മാർ പലസ്തീനികളെ ഓടിച്ചത്. 14 ലക്ഷത്തോളം പലസ്തീനികളെ ഓടിച്ചു അവിടെ നിന്ന്. UN കണക്കനുസരിച്ച് തന്നെ 1 ദശലക്ഷം മനുഷ്യരെയാണ് ഓടിച്ചത്. ലോകം വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ആ പ്രതിഷേധത്തിന് വഴങ്ങിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കി. ഇസ്രയേലിനോട് പറഞ്ഞു, ഓടിക്കപ്പെട്ട ആളുകളിൽ 8 ലക്ഷം ആളുകളെ തിരിച്ചു വരാൻ അനുവദിക്കണം, അവർക്ക് ഭൂമി കൊടുക്കണം, അവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കണം, ഇത് അവരുടെ മണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ UN നിർദ്ദേശത്തെ പ്രമേയത്തെ അംഗീകരിക്കാൻ ബെൽഗൂരിയാന്റെ സർക്കാർ, ഇസ്രയേൽ സയനിസ്റ്റ് സർക്കാർ തയ്യാറായില്ല. എന്ത് നിലപാടെടുത്തു? ഇന്ന് ഗാസയിലെ ഹമാസിനെ കുറിച്ച്, വെസ്റ്റ് ബാങ്കിലെ ഫത്താ പാർട്ടിയെ കുറിച്ചൊക്കെ ആക്ഷേപം പറയുന്ന ശൂതവംശീയതയുടെ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ ചാർച്ചക്കാരായിട്ടുള്ള, അതിന്റെ അനുകൂലികളായിട്ടുള്ള RSSകാരും വംശീയവാദികളും ഉത്തരം പറയേണ്ടതുണ്ട്. രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യമെന്ന പെരുന്തുണ വിളംബരം ചെയ്ത്, പെരുന്തുണകൾ പ്രചരിപ്പിച്ച് ഇസ്രയേലിന്റെ പാലസ്തീന്റെ മണ്ണ്, പലസ്തീനികളുടെ മണ്ണ് കയ്യേറി തട്ടിയെടുത്ത് ഉണ്ടാക്കിയൊരു രാഷ്ട്രം, ഐക്യരാഷ്ട്ര വീതിച്ചു കൊടുത്ത ഭൂമിക്ക് പുറത്ത് ഇന്ന് പലസ്തീനികൾക്ക് എന്ത് ഭൂമിയുണ്ട്? 1967 യുദ്ധത്തോടുകൂടി പലസ്തീനികൾക്ക് അവശേഷിച്ച ഭൂമിയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ആ യുദ്ധത്തിൽ എത്ര ലക്ഷക്കണക്കിന് പലസ്തീനികളെയാണ് ഓടിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തത്? ഇന്നത്തെ ഗാസയും വെസ്റ്റ് ബാങ്കും ആ യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ഇടപെട്ടുകൊണ്ടാണ് വിമോചിപ്പിച്ച് പലസ്തീനികൾക്ക് നൽകുന്നത്. അതിനുശേഷമാണ് ഐക്യരാഷ്ട്രസഭ ഗാസയിൽ, അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ സ്വയംഭരണ ഗവൺമെന്റുകൾ ഉണ്ടാക്കാൻ അനുമതി നൽകുന്നത്. ഇസ്രയേൽ സൈനിക അധികാരത്തിന് കീഴിലുള്ള രാഷ്ട്രങ്ങൾ മാത്രമാണത്, സർക്കാരുകൾ മാത്രമാണത്. അങ്ങനെയാണ് ഹമാസൊക്കെ, ഫത്താ പാർട്ടിയൊക്കെ അധികാരം കൈയാളുന്ന അവസ്ഥയുണ്ടായത്. ഹമാസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, 80കളില് നിഷ്ഠൂരമായ അടിച്ചമർത്തൽ, സാബ്ര ഷാറ്റിലെ ഉൾപ്പെടെയുള്ള കൂട്ടക്കൊലകൾ നടന്നപ്പോൾ അതിൽ രോക്ഷമുള്ള പ്രതിഷേധമുള്ള യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ഇസ്ലാമിസത്തിന്റെ പ്രത്യയശാസ്ത്രധാരയിൽ നിൽക്കുന്ന ആളുകൾ മുൻകൈയെടുത്ത് ഹമാസ് സേനയുണ്ടാക്കിയത്. അവരാദ്യഘട്ടത്തില് രാഷ്ട്രീയ ഇസ്ലാമിസം അവരുടെ മാർഗരേഖയായി ഭരണഘടനയെ അംഗീകരിച്ച ആളുകളാണ്. ബദർഹുഡ്, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബദർഹുഡിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം സ്വീകരിച്ച ആളുകളാണ്. പിൽക്കാലത്ത് അവരവരുടെ നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭീകരവാദ സംഘടനയാണെന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അവർ ഗാസ ഭരിക്കുന്ന പാർട്ടിയാ. വെസ്റ്റ് ബാങ്കിലെ ഫത്താ പാർട്ടി PLOവിന്റെ ഭാഗമായി നിൽക്കുന്ന വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പാർട്ടിയാ. അപ്പൊ ആ നാട് ഭരിക്കുന്ന പാർട്ടി, അവർ ആ നാട്ടിൽ ഇസ്രയേൽ സേന ഇടപെട്ട ആളുകളെ കൊല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത്, അതിനെതിരായിട്ട് പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണ് ഭീകരപ്രവർത്തനമാകുക? അപ്പൊ സയനിസ്റ്റ് യുക്തി, അധിനിവേശത്തെ, കടന്നാക്രമണങ്ങളെ, കൂട്ടക്കൊലകളെ ഭീകരവിരുദ്ധ യുദ്ധമായി വ്യാഖ്യാനിച്ച്
തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും തകർക്കുകയും കീഴടക്കുകയും ചെയ്യുന്ന സയനിസ്റ്റ് യുക്തിയാണിത്. നവയാഥാസ്ഥിക യുക്തിയാണിത്. ഇത് സംഘപരിവാറിന്റെ യുക്തിയാണിത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കോവിഡ് സാഹചര്യം സൃഷ്ടിക്കുന്ന വളരെ അരക്ഷിതപൂർണമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. പക്ഷെ ഈ സാഹചര്യത്തിലും സാധ്യമാകുന്ന മുഴുവൻ വഴികൾ ഉപയോഗിച്ച് നമ്മൾ ഉറക്കെ വിളിച്ചു പറയണം, പാലസ്തീന്റെ കൂടെയാണ്, പാലസ്തീനോടൊപ്പമാണ് നമ്മൾ. നിസ്സഹായമായി കൊല ചെയ്യപ്പെടുന്ന, നിരന്തരമായി ആട്ടിയോടിക്കപ്പെടുന്ന, നിരന്തരമായി വേട്ടയാടപ്പെടുന്ന ഒരു ജനതയാണ് പാലസ്തീനുകൾ. മനുഷ്യത്വമുള്ളവർ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, രാഷ്ട്രങ്ങൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക്, ജനങ്ങൾക്ക് ഒരു ദേശീയതയായി, ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഐക്യരാഷ്ട്രസഭയുടെയും മനുഷ്യാവകാശ വിളംബരങ്ങളുടെയൊക്കെ തന്നെ സത്ത ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇസ്രയേൽ നടത്തുന്ന ഈ അധിനിവേശത്തെ, ഈ കടന്നാക്രമണത്തെ, ഈ കൂട്ടക്കൊലകളെ അപലപിക്കാതിരിക്കാനാവില്ല. പാലസ്തീൻ ജനതയോടൊപ്പം നിൽക്കാതിരിക്കാനാവില്ല. നാം പാലസ്തീനോടൊപ്പം നിൽക്കണം. പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. പാലസ്തീൻ ജനതയെ കൂട്ടക്കൊല ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ലോക സാമ്രാജ്യ ശക്തികളോടും അവരുടെ സയനിസ്റ്റ് ശിങ്കിടികളോടും പറയാൻ നമുക്ക് കഴിയണം. അവരെ ന്യായീകരിക്കുന്ന വർഗീയവാദികളെ, ഹിന്ദുത്വവാദികളെ ഒറ്റപ്പെടുത്താൻ കഴിയണം. പലസ്തീൻ പ്രശ്നത്തെ ഹിന്ദു മുസ്ലിം ജൂത മുസ്ലിം പ്രശ്നമാക്കി മത വർഗീയതയുടെ തരത്തിൽ കാണുന്ന, വംശാടിസ്ഥാനത്തിൽ കാണുന്ന രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സ്വത്വവാദികളുടെ നിലപാടിനെ തുറന്നു കാണിക്കാൻ കഴിയണം. അതുവഴി മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടുകളിൽ നിന്നുകൊണ്ട് പാലസ്തീന് അവരുടെ ദേശീയ സ്വത്വം സംരക്ഷിക്കാൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ UN അംഗീകരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ലോക സാഹചര്യം ഉണ്ടാകണം. അതിന് ലോകശക്തികളോട് നമ്മൾ ആവശ്യപ്പെടണം. അതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, നമ്മൾ നികുതി കൊടുത്തും വോട്ട് ചെയ്തു നിലനിർത്തുന്നവരാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ. അപ്പൊ ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട് ഉയർത്തിപ്പിടിച്ച് പലസ്തീനിലെ ഈ അധിനിവേശത്തെ അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയോട് ശക്തമായി ഇടപെടാൻ പറയണം. ചൈന ആവശ്യപ്പെട്ടിട്ടു, ഉത്തര കൊറിയ, വിയറ്റ്നാം, ക്യൂബ എല്ലാം ആവശ്യപ്പെട്ടു. പാലസ്തീൻ ജനതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് ചൈന ചെയ്തത്. ഈ കോവിഡ് മഹാമാരിയിൽ അതിജീവനത്തിനായി 10 ലക്ഷം വാക്സിനാണ് അവർക്ക് നൽകിയത്. 1 കോടി രൂപയുടെ ഭക്ഷ്യവസ്തുക്കളാണ് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങൾക്ക് നൽകിയത്. പലസ്തീനെ ഒറ്റപ്പെടുത്തി ഉപരോധങ്ങളിലൂടെ തകർക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയെ ചോദ്യം ചെയ്യുകയാണ്. ഉപരോധത്തിനിടയിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന, ചികിത്സ പോലും ലഭിക്കാതെ തകരുന്ന ഒരു ജനസമൂഹമാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഉള്ളത്. അവരിൽ നിന്ന് 200 ഡോക്ടർമാരെ ഉണ്ടാക്കാൻ അവരുടെ മുഴുവൻ പഠനച്ചെലവ് വഹിച്ചുകൊണ്ട് ക്യൂബൻ മെഡിക്കൽ കോളേജുകൾ പലസ്തീനികൾക്ക് സൗജന്യ മെഡിക്കൽ വിദ്യാഭ്യാസം നൽകുകയാണ്. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, വടക്കൻ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല, ഇസ്രയേൽ അടിച്ചേൽപ്പിച്ചൊരു രാഷ്ട്രമാണെന്നും അതുകൊണ്ട് അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും പാലസ്തീനികൾക്ക് അവരുടെ മണ്ണ്, അവരുടെ ജന്മഭൂമി, അവരുടെ തദ്ദേശീയ സമൂഹം തിരിച്ചു കൊടുക്കണമെന്നുള്ള വാദം ശക്തമായി ഉയർത്തുന്നുണ്ട്. ആ വാദത്തോടൊപ്പം, ആ ലോക നിലപാടിനോടൊപ്പം നിന്ന് ഈ ഗാസക്ക് നേരെ നടക്കുന്ന അഭിപ്രായങ്ങൾക്കെതിരായിട്ട് ലോകാഭിപ്രായത്തിൻ്റെതായ ഒരു ചേരി, ഒരു ജനകീയ ചേരി, ഒരു ജനാധിപത്യ ചേരി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്ന അഭ്യർത്ഥനയോടെ ഒരിക്കൽ കൂടി പാലസ്തീനിലെ പൊരുതുന്ന ജനങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.